നമുക്ക് പഠിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് 5 ഹെഡ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആൻഡ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ഈ 4 ഹെഡിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ വ്യക്തമായി തന്നെ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ 4 ഹെഡിലും ഉൾപ്പെടുത്താത്തതും എന്നാൽ ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഓരോ ഐറ്റമാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 5ാമത്തെ ഹെഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ? സോ അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്, income of every kind which is not to be excluded from the total income shall be chargeable to income tax under the head income from other sources. അതായത് ടോട്ടൽ ഇൻകത്തിൽ നമുക്ക് ഉൾപ്പെടുത്തുകയും വേണം, എന്നാൽ ഈ പറഞ്ഞ 4 ഹെഡിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹെഡിന് അണ്ടറിൽ വരുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്? So income not chargeable under any head is chargeable to tax under this head. All income other than income from salary, house property, business and profession or capital gain is covered under income from other sources. അപ്പോൾ എന്താണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആയില്ലേ? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐറ്റംസ്, ഒരു 10ഓളം വരുന്ന ഐറ്റംസ് അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതുകൂടാതെയും ഈ പറയുന്ന 10 ഐറ്റംസ് കൂടാതെ വേറെയും ചില ഐറ്റംസും ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 1, ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എനി എൻറ്റിറ്റി അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനി. ഡൊമസ്റ്റിക് കമ്പനി അല്ലാത്ത മറ്റ് ഏതൊരു കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റ് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ അണ്ടറിലാണ് ഉൾപ്പെടുത്തുക. ഓക്കെ. ദെൻ എനി പെൻഷൻ റിസീവ്ഡ് ബൈ ദ ലീഗൽ ഹെയർസ് ഓഫ് എൻ എംപ്ലോയി, ഒരു എംപ്ലോയിയുടെ ലീഗൽ ഹെയർസിന് കിട്ടുന്ന പെൻഷൻ. ആൻഡ് എനി വിന്നിങ്സ് ഫ്രം ലോട്ടറീസ്, ക്രോസ് വേർഡ് പസിൽസ്, റേസസ് ഇൻക്ലൂഡിംഗ് ഹോഴ്സ് റേസസ്, കാർഡ് ഗെയിംസ് ഓർ അതർ ഗെയിംസ് ഓഫ് എനി സോർട്ട് ഓഫ് ഗാംബ്ലിംഗ് ഓർ ബെറ്റിംഗ് ഓഫ് എനി ഫോം ഓഫ് നേച്ചർ. അതായത് നമ്മൾ ലോട്ടറിയിൽ വിൻ ചെയ്യുന്ന എമൗണ്ട്, ക്രോസ് വേർഡ് പസിൽസ് നിന്ന് കിട്ടുന്നത്, ക്രോസ് വേർഡ്സ്, പസിൽസ്, റേസസ് നടത്തിയിട്ട് കിട്ടുന്ന, ഗാംബ്ലിംഗ് ചെയ്ത് കിട്ടുന്ന, ബെറ്റിംഗ് ചെയ്തിട്ട് കിട്ടുന്ന, ഈ നേച്ചറിൽ കിട്ടുന്ന ഏതൊരു തുകയും ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞ ഹെഡിൻ്റെ അണ്ടറിലാണ് ഉൾപ്പെടുത്തുന്നത്. ദെൻ ഇൻകം ഫ്രം എനി പ്ലാൻ, മിഷനറി ഓർ ഫർണിച്ചർ ലെറ്റ് ഔട്ട് ഓൺ ഹയർ വെയർ ഇറ്റ് ഈസ് നോട്ട് എ ബിസിനസ് ഓഫ് ദ അസസി ടു ഡു സോ. അതായത് ഏതെങ്കിലും പ്ലാന്റിൽ നിന്നോ മിഷനറിയിൽ നിന്നോ അല്ലെങ്കിൽ ലെറ്റ് ഔട്ട് ചെയ്ത ഫർണിച്ചറിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ഇൻകം. ദെൻ ഇൻകം ഫ്രം സെക്യൂരിറ്റീസ് ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഏതെങ്കിലും സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻകം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സബ്ലെറ്റ് ചെയ്തിട്ട് കിട്ടുന്നത്, ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്, ഇൻകം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി ഇൻക്ലൂഡിങ് ബോണസ് ഓൺ സച്ച് പോളിസി, അങ്ങനെ ഒരു 10ഓളം വരുന്ന ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക. അങ്ങനെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്തി എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. സോ അതിൻ്റെ 10ാമത്തെ ഒരു ഐറ്റമാണ് എൻ ഇൻഡിവിജ്വൽ ഓർ HUF റിസീവ്സ് എനി പ്രീവിയസ് ഇയർ ഫ്രം എനി പേഴ്സൺ ഓൺ പേഴ്സൺസ്. സോ അതായത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ആ പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഒരു ഐറ്റം ലൈക്ക് എനി സം ഓഫ് മണി വിത്തൗട്ട് കൺസിഡറേഷൻ, ദ അഗ്രിഗേറ്റ് വാല്യൂ വിച്ച് എക്സീഡ്സ് 50,000. 50,000 രൂപയിൽ അഗ്രിഗേറ്റ് വാല്യൂ വരുന്ന തരത്തിലുള്ള എന്തെങ്കിലും കൺസിഡറേഷനോ സം ഓഫ് മണിയോ കിട്ടുകയാണെങ്കിൽ. പിന്നെ ഇനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഒരു കൺസിഡറേഷൻ ഇല്ലാതെ വിത്തൗട്ട് കൺസിഡറേഷൻ, ദ സ്റ്റാമ്പ് വാല്യൂ വിച്ച് എക്സീഡ്സ് 50,000, ദ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് ടാക്സബിൾ. 50,000 രൂപയിൽ വാല്യൂവിൽ കൂടുതൽ വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്താണ്, നമുക്ക് ടാക്സബിൾ ആണ്. ആൻഡ് ഫോർ എ കൺസിഡറേഷൻ വിച്ച് ഈസ് ലെസ് ദാൻ ദ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ബൈ ദ എമൗണ്ട് എക്സീഡിങ് 50,000. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അതും ഒന്ന് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഗിഫ്റ്റ് ഓഫ് ക്യാഷ്, ചെക്ക്, ഡ്രാഫ്റ്റ്, ഗിഫ്റ്റ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഗിഫ്റ്റ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ് ഫോർ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ, അങ്ങനെ ഒരു 4 കേസ് വരുന്നുണ്ട്. അതൊന്ന് നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കാം. ഗിഫ്റ്റ് ഓഫ് ക്യാഷ്, അതായത് ഗിഫ്റ്റായിട്ട് ക്യാഷ് കൊടുക്കുക, ചെക്ക്, ഡ്രാഫ്റ്റ്, ഇങ്ങനെയുള്ള കേസുകൾ വരുന്ന സമയത്ത് ഇഫ് ത്രൂ 1 or more transactions gift received is up to rupees 50,000 per financial year,
then nothing is taxable. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 50,000 വരെയുള്ള ഗിഫ്റ്റാണ് കിട്ടുന്നതെങ്കിൽ അതെന്തല്ല, ടാക്സബിൾ അല്ല. ഇഫ് ഗിഫ്റ്റ് ഈസ് 50,001 or above, then it is fully taxable. 50,000 രൂപയിൽ മുകളിൽ വരികയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ടാക്സബിൾ ആവും. ആൻഡ് ഫോർ എക്സാമ്പിൾ, ഇഫ് ഗിഫ്റ്റ് ഓഫ് ₹70,000, ഇപ്പോൾ 70,000 രൂപയാണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്, ക്യാഷായിട്ട് കിട്ടുന്നത്. ഗിഫ്റ്റിൻ്റെ ഫോമിലാണ് ക്യാഷ് കിട്ടുന്നത് കേട്ടോ, അത് ചെക്കായിട്ടോ ഡ്രാഫ്റ്റായിട്ടോ ആണ് കിട്ടുന്നത്. നമുക്ക് 50,000 രൂപ വരെ എക്സംഷൻ ഉണ്ട്. അപ്പോൾ 50,000-ത്തിൽ നിന്ന് 70,000-ത്തിലേക്ക് എത്രയാണ് ഡിഫറൻസ്? 20,000. സോ ആ 20,000 എന്താണ്? ടാക്സബിൾ ആണ്. ദെൻ ദ ടാക്സബിൾ എമൗണ്ട് ഓഫ് 70,000 എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതായത് 70,000-ലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ 20,000 ആണ് പൊതുവെ ആ ഒരു ഡിഫറൻസ് എടുക്കുക. എന്നാൽ 50,000-ന് ഒന്നിനോട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് എമൗണ്ടും ടാക്സബിൾ ആണ്. 70,000 രൂപയും അവിടെ ടാക്സബിൾ ആണ്. നമ്മൾ സാധാരണ എടുക്കുന്ന ആ ഒരു എക്സംഷൻ ലിമിറ്റ്, അതായത് വ്യത്യാസം വരുന്ന, ബാലൻസിങ് വരുന്ന എമൗണ്ട് അല്ല നമ്മൾ എക്സംപ്റ്റ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ 70,000-ന് 50,000 കുറച്ച് 20,000 അത് ടാക്സബിളായിട്ട് എടുക്കും എന്നുള്ളൊരു രീതിയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 50,000-ന് മുകളിൽ 1 രൂപ കൂടിയാൽ പോലും 50,001 രൂപയും എന്താണ്? ടാക്സബിൾ ആണ്. അപ്പോൾ ഇവിടെ 70,000 രൂപയും ടാക്സബിൾ ആണ്. ഇനി ഗിഫ്റ്റ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കേസ് വരികയാണെങ്കിൽ, ഇൻ ദിസ് കേസ് ഇഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഈസ് അപ് ടു 50,000 ദെൻ നത്തിങ് ഈസ് ടാക്സബിൾ. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ അതിൻ്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സ്റ്റാമ്പ് വാല്യൂ, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാമ്പ് വാല്യൂ 50,000 രൂപ വരെ ആണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. പക്ഷേ അത് 50,000 സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ വാല്യൂ 50,000 രൂപയുടെ മുകളിലാണ് വരുന്നതെങ്കിൽ ആ എമൗണ്ട് ഫുള്ളി എന്താണ്? ടാക്സബിൾ ആണ്. ഇഫ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ. ഓരോ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷനും ഈ ഒരു പെർട്ടിക്കുലർ റൂള് അപ്ലൈ ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, 1 or more ട്രാൻസാക്ഷൻ. മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസ്, ഇപ്പോൾ വെഹിക്കിൾസിൻ്റെ കേസൊക്കെ ആകുമ്പോൾ മൂവബിൾ ആണ്. If fair market value of all movable property gifted in one financial year is up to 50,000, then nothing is taxable. ആ ഒരു പെർട്ടിക്കുലർ മൂവബിൾ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ 50,000 രൂപ വരെ ആണെങ്കിൽ ടാക്സ് പ്രൊവൈഡ് ചെയ്യണം. ബട്ട് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 50,000 ദെൻ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ദെൻ മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ് ഫോർ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ. നമ്മുടെ കൺസിഡറേഷൻ കൊടുക്കേണ്ട എമൗണ്ട് തികയാതെ വരുന്ന കേസിൽ മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, ഇഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ കൺസിഡറേഷൻ ആൻഡ് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഈസ് മോർ ദാൻ 50,000, all transaction of one financial year is combined together, then the difference is fully taxable. അതായത് ആക്ച്വൽ കൊടുക്കേണ്ട ആ ഒരു കൺസിഡറേഷനും ആ ഒരു പ്രോപ്പർട്ടിയുടെ ഫെയർ മാർക്കറ്റ് വാല്യൂയും നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിഫറൻസ് 50,000 രൂപ വരെ ആണെങ്കിൽ, ഫിനാൻഷ്യൽ ആണെങ്കിൽ, ആ ഡിഫറൻസ് എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. ആ ഒരു ഡിഫറൻസ് അപ് ടു 50,000 ആണെങ്കിൽ എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ചില എക്സെപ്റ്റഡ് ഗിഫ്റ്റുകളുണ്ട്. അതായത് ഈ ടാക്സ് പർപ്പസിൻ്റെ അണ്ടറിൽ വരാത്ത തരത്തിൽ ഒഴിവാക്കിയിട്ടുള്ള ചില ഗിഫ്റ്റുകളുണ്ട്. അതിൽ വരുന്നതാണ് മണി അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം എ റിലേറ്റീവ് ഓർ ബൈ HUF ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്, ഓർ മണി ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ മാരേജ് ഓഫ് ദ ഇൻഡിവിജ്വൽ, മണി ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ബൈ വേ ഓഫ് വിൽ ഓർ ഇൻഹെറിറ്റൻസ്, മണി ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഇൻ contemplation of death of the player, money or property received from a local authority, money or property received from any fund, foundation, university, other educational institution, hospital, medical institution, any trust or institution referred to the section 10 subsection 23C. ഈ പറഞ്ഞ 6 കേസുകൾ എടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഈ രീതിയിൽ കിട്ടുന്ന ഗിഫ്റ്റുകൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇതൊന്നും കൂടാതെ തന്നെ വേറെയും കുറേ ഐറ്റംസ് വരുന്നുണ്ട്. അതായത് അപ്പാർട്ട് ഫ്രം ദ എബവ് ഫോളോയിങ് ഇൻകംസ് ആർ ഓൾസോ ഷാൽ ബി ചാർജബിൾ അണ്ടർ ദിസ് ഹെഡ്. ഈ പറഞ്ഞു പോയപ്പോൾ നമ്മൾ കുറേ ഐറ്റംസ് പറഞ്ഞല്ലോ. അത് കൂടാതെ ഈ പറയുന്ന ഓൾമോസ്റ്റ് ഒരു എത്ര ഐറ്റം, 23 ഐറ്റം ഐറ്റംസ് ഉണ്ട്. അതെല്ലാം
ഈ പറഞ്ഞിട്ടുള്ള ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ വരുന്നത്. അതായത് സബ്ലെറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻകം, പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്, ലോൺസ്, സെക്യൂരിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ദ പ്ലേസ് ഓഫ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറമേ ഏതെങ്കിലും രീതിയിൽ ഒരു അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് കിട്ടും. കാരണം ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പുറത്തുനിന്നുള്ള ഒരു അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചറൽ ഇൻകം, പിന്നെ ഒരു പ്ലോട്ട് ഓഫ് ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ്, പിന്നെ മൈനിങ് റെൻറ്റ് ആൻഡ് ലോയൽറ്റി, കാഷ്വൽ ഇൻകം അണ്ടർ ദ വിൽ, കോൺട്രാക്ട്, ട്രസ്റ്റ് ഡീഡ്, സാലറി പേയബിൾ ടു എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ്, then gratuity paid to a director who is not an employee of a company, any casual income exceeding rupees 5,000, income from market, ferries and fisheries, income from leasehold property, remuneration received for writing articles in journal, salary of MP, member of legislative assembly or council. അങ്ങനെ ഒരുപാട് മറ്റ് കാറ്റഗറീസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ചില പേരുകൾ ഒന്ന് പഠിച്ച് വെക്കുന്നത് നന്നായിരിക്കും. എസ്പെഷ്യലി അവസാനത്തേക്ക് നമ്മൾ പറഞ്ഞ സാലറി ഓഫ് MP, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ്, അതൊക്കെ ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ അണ്ടറിലാണ് വരിക എന്നൊന്ന് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. അത് മനസ്സിലാക്കുക. കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ പഠിച്ച് വയ്ക്കും. പിന്നെ ഒരു ഐറ്റമാണ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനീൻ്റെ ഷെയർ വാങ്ങിച്ചിട്ടുള്ള ആളുകളെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി എന്ത് കൊടുക്കും? പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം കൊടുക്കും. അപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ വിഹിതത്തെയാണ് ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. സോ ദ ഡിവിഡൻഡ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ് ബൈ എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ബൈ വേ ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് കമ്പനി അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ ആണ് ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആക്ച്വലി അവരുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഫൈൻ. സോ ഇൻ ദ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഷെയർസ് ഓഫ് ദ കമ്പനി, ഡിവിഡൻഡ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനി ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ. ദെൻ വിന്നിങ് ഫ്രം ലോട്ടറീസ് ആൻഡ് ബെറ്റിംഗ്, ക്രോസ് വേർഡ് പസിൽസ്, ഹോഴ്സ് റേസസ് ആൻഡ് കാർഡ് ഗെയിംസ് എക്സെട്ര, സെക്ഷൻ 115BB. It also includes income through draw of lots, television game shows and similar other games, taxable at a rate of 30% without claiming any allowance on expenditure. അതായത് നമ്മൾ ഈ പറഞ്ഞ വിന്നിങ് ഫ്രം ലോട്ടറി, ബെറ്റിംഗ്, ക്രോസ് വേർഡ് പസിൽസ് അങ്ങനെയുള്ള കേസുകളിലൊക്കെ 30% എക്സംഷൻസ് വരുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഈവൻ ഇഫ് ഇൻകം ഈസ് ലെസ് ദാൻ ₹2 lakh ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2012-13, ദീസ് ഇൻകംസ് ആർ ഫുള്ളി ടാക്സബിൾ. Income from units of UTI, Unit Trust of India and Mutual Fund, income from units of UTI and Mutual Fund is exempted from the tax as per section 10 subsection 35. ഈ സെക്ഷനുകളിൽ വരുന്ന ഐറ്റംസിനും എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. ലോട്ടറി എന്ന് പറയുമ്പോൾ അതിൽ വിന്നിങ് ഫ്രം പ്രൈസസ് അവാർഡ് ടു എനി പേഴ്സൺ ബൈ ഡ്രോ ഓഫ് ലോട്ട്സ് or by chance or in any other manner whatsoever, under any scheme or arrangement by whatever name called, card game and other game of any sort includes any game show, an entertainment program on television on electronic mode in which people compete to win prizes or any other similar game. Deduction under section 80C to 80U is not available against such income. ഇങ്ങനെ കിട്ടുന്ന ഇൻകത്തിൻ്റെ കേസിൽ 80C മുതൽ 80U വരെയുള്ള ഒരു ഡിഡക്ഷൻ പോലും അലൗഡ് അല്ല. ഓക്കെ. സർചാർജ് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വിൽ അപ്ലൈ ഇൻ യൂഷ്വൽ വേ. സാധാരണ എങ്ങനെയാണോ സർചാർജും എഡ്യൂക്കേഷണൽ സെസ്സും അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഗ്രോസ് അപ്പ് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. ഫോർമുല ഫോർ ഗ്രോസിങ് അപ്പ് എന്ന് വെച്ചാൽ എത്രയാണോ നെറ്റ് എമൗണ്ട് റിസീവ് ചെയ്തിട്ടുള്ളത് അത് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100ൽ നിന്ന് TDSൻ്റെ റേറ്റ് അങ്ങോട്ട് കുറയ്ക്കുക. 100 മൈനസ് റേറ്റ് ഓഫ് TDS ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഗ്രോസ് അപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വാല്യൂ കിട്ടും. ഇനി എന്താണ് ഈ TDS റേറ്റ്? TDS എന്ന് വെച്ചാൽ ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ്. So as per section 194B, the TDS rate for lottery TDS rate, crossword puzzles or card games to other games എന്ന് പറയുന്നത് 30% ആണ്. No TDS if lottery etc. up to ₹10,000, but if amount exceeds 10,000 then the TDS on whole amount.
10,000 രൂപ വരെയാണ് ഈ ലോട്ടറിയുടെ വാല്യൂ കിട്ടുന്നതെങ്കിൽ എന്ത് കൊടുക്കണ്ട, TDS ഇല്ല. എന്നാൽ 10,000-ന് മുകളിൽ എമൗണ്ട് വരികയാണെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ടിൻ്റെ മുകളിലും എന്തുണ്ട്, 30% TDS ചാർജ് ചെയ്യാവുന്നതാണ്. So as per section 194BB, the TDS rate for winning from horse race ന്റെ TDS എന്ന് പറയുന്നത് 30% ആണ്. അത് അപ് ടു 5,000 ആണെങ്കിലില്ല. ബട്ട് വിന്നിങ് എക്സീഡ്സ് 5,000 ആണെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ടിനും TDS ചാർജ് ചെയ്യുന്നതായിരിക്കും. അതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്നുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഫ്രം ദ ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഷാൽ ബി ചാർജബിൾ ടു ടാക്സ് അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ. അതായത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയത്. ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, അതായത് നമ്മൾ ഏതെങ്കിലും സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അത് ചില സിറ്റുവേഷനിൽ ഷാൽ ബി ചാർജബിൾ ടു ടാക്സ് അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സസ്. നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ കേസിലാണ് എടുക്കുക. എപ്പോൾ അത് വേറൊരു ഹെഡായിട്ടുള്ള ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ നമ്മൾ ചാർജ് ചെയ്തിട്ടില്ലെങ്കിലാണ് ഇൻകം ഫ്രം അതർ സോഴ്സിലേക്ക് നമ്മളത് എടുക്കാറുള്ളത് എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ക്ലിയർ? പിന്നെ പലതരത്തിലുള്ള സെക്യൂരിറ്റീസുകളുണ്ട്, കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസ്. അതിൽ വരുന്നതാണ് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്, ലെസ് ടാക്സ് കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. ജസ്റ്റ് അതിൻ്റെ പേരൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇപ്പോൾ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ദ ഇൻട്രസ്റ്റ് ഓൺ ദീസ് സെക്യൂരിറ്റീസ് ഈസ് ഫുള്ളി എക്സം ഫ്രം ടാക്സ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും തരത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിന് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ആ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് എക്സംപ്റ്റഡ് ആണ്. ദ ഇൻട്രസ്റ്റ് ഓൺ സച്ച് സെക്യൂരിറ്റീസ് ഇസ് നെയ്തർ ഇൻക്ലൂഡഡ് ഇൻ ടോട്ടൽ ഇൻകം നോർ ടാക്സ്ഡ്. അത് ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തുമില്ല, അതിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ദെൻ ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്. ഇത്തരം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ്. ഈ സെക്യൂരിറ്റീസുകൾ ടാക്സബിൾ സെക്യൂരിറ്റീസ് ആണ്. എന്നാൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് നോ ടാക്സ് ഇസ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TDS വരുന്നില്ല ഓൺ സച്ച് സെക്യൂരിറ്റീസ്. ദെയർഫോർ ദ ഇൻട്രസ്റ്റ് ഓൺ സച്ച് സെക്യൂരിറ്റീസ് വിൽ നോട്ട് ബി ഗ്രോസ്ഡ് അപ്പ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ തന്നെ ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ ലെസ് ടാക്സ് കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസും വരുന്നുണ്ട്. ഇനി ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെഷനാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, മൊത്തത്തിലൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഒരു രീതിയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ ഈസ് എ ട്രാൻസാക്ഷൻ വെയർ ദ സെക്യൂരിറ്റീസ് ആർ സോൾഡ് സം ടൈം ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റീ അക്വയർഡ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ഈസ് ഓവർ. അതായത് ഡ്യൂ ഡേറ്റ് ആവുന്ന, ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ഡേറ്റ് ആവുന്നതിന് മുന്നേ ഈ സെക്യൂരിറ്റീസുകൾ എന്ത് ചെയ്യുക, വിൽക്കും. എന്നിട്ട് ഈ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ അതിനെ വീണ്ടും എന്ത് ചെയ്യും, റീ അക്വയർ ചെയ്യും. ദിസ് പ്രാക്ടീസ് ഈസ് അഡോപ്റ്റഡ് ബൈ ദ പേഴ്സൺസ് ഇൻ ദ ഹയർ ഇൻകം ഗ്രൂപ്പ് ടു അവോയ്ഡ് ടാക്സ് ബൈ ട്രാൻസ്ഫറിംഗ് ദ സെക്യൂരിറ്റീസ് ടു ദെയർ റിലേറ്റീവ് ഫ്രണ്ട്സ് ഇൻ ദ ലോവർ ഇൻകം ഗ്രൂപ്പ് ജസ്റ്റ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പൊതുവെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ പൊതുവെ ഹയർ ഇൻകം ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെക്യൂരിറ്റികൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വിൽക്കുന്നതെന്ന് വെച്ചാൽ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർ ഈ സെക്യൂരിറ്റികൾ വിൽക്കുന്നത് ഇവരുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനൊക്കെ ആയിരിക്കും. എന്നിട്ട് ഈ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, അവരുടെ കയ്യിൽ നിന്ന് അത് തിരിച്ച് റീ അക്വയർ ചെയ്യുകയും ചെയ്യും. ഇങ്ങനത്തെ കേസിൽ ഇൻട്രസ്റ്റ് വുഡ് ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫറി ഹൂ ഈസ് ലീഗൽ ഓണർ ഓഫ് ദ സെക്യൂരിറ്റീസ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക ആ സമയത്ത് ആരാണോ ആ സെക്യൂരിറ്റിയുടെ ഓണറായിട്ട് നിൽക്കുന്ന അവരിൽ നിന്നാണ് ആ ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. സോ ഇൻ ഓർഡർ ടു ഡിസ്കറേജ് സച്ച് പ്രാക്ടീസ് സെക്ഷൻ 94(1) provides the where the owner of the security transfer the security just before the due date of interest and buy back the same immediately after the due date and the interest is received by the transferee. അപ്പം ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. സച്ച് ഇൻട്രസ്റ്റ് വിൽ ബിക്കം ഡീം ടു ബി ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫർ. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ആരാണോ അത് ട്രാൻസ്ഫർ ചെയ്തത് അയാളുടെ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെയാണ് പരിഗണിക്കുക. അപ്പോൾ ജസ്റ്റ് എന്താണ് ഈ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ ഇൻകം ഗ്രൂപ്പിലുള്ള ആളുകൾ
ഈ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റികളുടെ ഇൻട്രസ്റ്റിൻ്റെ ഡ്യൂ ഡേറ്റിന് തൊട്ട് മുമ്പ് അത് സെല്ല് ചെയ്യുകയും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ അത് റീഅക്വയർ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനെയാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കാം. ക്ലിയർ? ദെൻ ഗ്രോസിങ് അപ്പ് ഓഫ് ഇൻട്രസ്റ്റ്. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഗ്രോസ് അപ്പ് ചെയ്യാൻ നോക്കാം. ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ആഫ്റ്റർ TDS അറ്റ് ഫോളോയിങ് റേറ്റ്സ്. ഇൻട്രസ്റ്റ് ഇനി പറയാൻ പോകുന്ന റേറ്റുകളിലായിരിക്കും ഇൻട്രസ്റ്റ് പേ ചെയ്യുക. TDSന് ശേഷം, ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സിന് ശേഷം ഇൻട്രസ്റ്റ് എങ്ങനെയാണ് പേ ചെയ്യുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് അത് നില്ലാണ്. ഇൻ കേസ് ഓഫ് 8% സേവിംഗ് ബോണ്ട്, if amount of interest exceeds ₹10,000 then there is a TDS at the rate of 10%. ലിസ്റ്റഡ് അല്ലെങ്കിൽ നോൺ ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന് അത് 10%. അപ്പോൾ അത് ഗ്രോസപ്പ് ചെയ്യുന്ന രീതി നോക്കാം. നെറ്റ് എമൗണ്ട് റിസീവ്ഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്രോസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് എക്സംഷൻ ഫ്രം ടാക്സ്. ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഏതൊക്കെ സെക്യൂരിറ്റികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇൻട്രസ്റ്റ് എക്സംഷൻ കിട്ടുക നോക്കാം. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ നോട്ടിഫൈഡ് സെക്യൂരിറ്റീസ്, ബോണ്ട്സ് ഓർ സർട്ടിഫിക്കറ്റ്. നോട്ടിഫൈഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ബോണ്ട്സ്, സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട് ഉണ്ട്, സ്പെഷ്യൽ ബെയറർ ബോണ്ട് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ക്യാഷ് സർട്ടിഫിക്കറ്റ്സ് വരുന്നുണ്ട്, നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ്സ്, നാഷണൽ പ്ലാൻ സേവിങ് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ് ഓഫീസ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട്, അതിൽ തന്നെ ഇൻഡിവിജ്വൽ അക്കൗണ്ട്, ജോയിൻറ്റ് അക്കൗണ്ട്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ മാക്സിമം എക്സംഷൻ ലിമിറ്റ് 3,500 വരെയാണ്. ജോയിൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ മാക്സിമം എക്സംഷൻ ലിമിറ്റ് 7,000 ആണ്. ദെൻ പോസ്റ്റ് ഓഫീസ് ക്യുമുലേറ്റീവ് ടൈം ഡെപ്പോസിറ്റ്, സ്പെഷ്യൽ ഡെപ്പോസിറ്റ് സ്കീം, പബ്ലിക് അക്കൗണ്ട് ഇൻ പോസ്റ്റ് ഓഫീസ്. പിന്നെ ഇതൊക്കെ പറഞ്ഞത് ഇൻട്രസ്റ്റ് ഓൺ നോട്ടിഫൈഡ് സെക്യൂരിറ്റി ബോണ്ട് സർട്ടിഫിക്കറ്റ്സ്. ഇതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇൻട്രസ്റ്റ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണ്. ഇനി രണ്ടാമത്തെ കേസ് ഇൻട്രസ്റ്റ് ഓൺ നാഷണൽ റിലീഫ് ബോണ്ട്. അത് ഇൻഡിവിജ്വൽ ആൻഡ് HUFന് മാത്രമേ ഉള്ളൂ. പിന്നെ 7% ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബോണ്ട്, അതും ഇൻഡിവിജ്വലിനും HUFനും മാത്രം വരുന്നതാണ്. Then interest on notified bonded debentures or public sector companies, interest on deposit in a specified scheme made by a retired government or a public sector employee out of retirement benefit, and interest on gold deposit bond, then interest received by a non-resident Indian from notified bond. ഇങ്ങനത്തെ കേസുകളിലൊക്കെ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ? പിന്നെ ഡിഡക്ഷൻസ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ഫോർ റിലീസിങ് ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. പിന്നെ റിപ്പയർസ്, ഡിപ്രിസിയേഷൻ ഇൻ കേസ് ഓഫ് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്ലാൻ, മിഷനറി, ഫർണിച്ചർ, ബിൽഡിംഗ് എക്സെട്ര. ദെൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇൻ കേസ് ഓഫ് ഫാമിലി പെൻഷൻ, എനി അതർ എക്സ്പെൻഡിച്ചർ ഓഫ് റവന്യൂ നേച്ചർ, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇൻകം ഫ്രം അതർ സോഴ്സിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു കഥ പോലെ കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ SB Singh, എ കോളേജ് പ്രൊഫസർ, ഫർണിഷ്ഡ് ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് കണ്ടുപിടിക്കുക. എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സാമിനേഷൻ റെമ്യൂണറേഷൻ, റോയാലിറ്റി ഫ്രം ബുക്ക് ആൻഡ് ആർട്ടിക്കിൾസ്, വിന്നിംഗ് ഫ്രം കാർഡ് ഗെയിം, വിന്നിംഗ് ഫ്രം സ്റ്റേറ്റ് ലോട്ടറി, എക്സ്പെൻഡിച്ചർ ഓൺ പർച്ചേസ് ഓഫ് ലോട്ടറി ടിക്കറ്റ്സ്. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? പെർട്ടിക്കുലേഴ്സ് എഴുതുന്നു, അതേപോലെ തന്നെ അതിൻ്റെ എഴുതാനുള്ള എമൗണ്ട് എഴുതുന്നു, തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, എക്സാമിനേഷൻ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്ത്, ഇതെല്ലാം അതർ സോഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണെന്ന് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതുകൊണ്ട് നമുക്കറിയാം യെസ് ഇതൊക്കെ ഇതിൽ പെടുന്നതെന്നറിയാം. പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് വി ഷുഡ് ഹാവ് എ നോളജ് അബൌട്ട് ടു ഐഡൻറ്റിഫൈ or ക്ലാസിഫൈ അക്കോർഡിംഗ് ടു ദെയർ നേച്ചർ. ഇത് ഓരോന്ന് ഏതിലെ വരെ, സാലറിയിലാണോ, ബിസിനസ്സിലാണോ, പ്രൊഫഷനിലാണോ, ക്യാപിറ്റൽ ഗെയിൻ ആണോ, അതർ സോഴ്സ് ആണോ എന്ന് നമുക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ഇതിലിപ്പോൾ എല്ലാം തന്നെ എന്താണ്, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അതായത് എക്സാമിനേഷൻ റെമ്യൂണറേഷൻ, ദെൻ റോയാലിറ്റി ഫ്രം ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ്, വിന്നിംഗ് ഫ്രം കാർഡ് ഗെയിംസ്, വിന്നിംഗ് ഫ്രം സ്റ്റേറ്റ് ലോട്ടറി. ഇത്രയും കാര്യങ്ങൾ എന്താണ് നമുക്കിതിൽ എടുക്കാവുന്ന കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പെൻഡിച്ചർ ഓൺ പർച്ചേസ് ഓഫ് ലോട്ടറി ടിക്കറ്റ്സ് നമുക്ക് എടുക്കേണ്ട കാര്യം വരുന്നില്ല. ബാക്കിയെല്ലാം തന്നെ എടുക്കുക, ആഡ് ചെയ്യാം. അതിനായിരിക്കും ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്.
ക്ലിയർ? അടുത്ത ഇല്ലസ്ട്രേഷൻ നമ്മൾ രണ്ടാമത്തെ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കമ്പ്യൂട്ട് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിവിഡൻഡ് വന്നിട്ടുണ്ട്, അത് ഓൾറെഡി ഗ്രോസ് ചെയ്ത ഡിവിഡൻഡ് ആണ്, 9,600 ആണ്. എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ ഇറ്റ്സ് കളക്ഷൻ 500 ആണ്. റെസീപ്റ്റ്സ് ഫ്രം ലെറ്റിംഗ് ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി 10,000, റിപ്പയർസ് ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി 4,000, ഇൻഷുറൻസ് പ്രീമിയം ഇൻ റെസ്പെക്ട് ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി 2,000, ഡിപ്രിസിയേഷൻ അലൗഡ് ഫോർ ലെറ്റിംഗ് 4,000. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കാം. പെർട്ടിക്കുലർസ് കോളം, എമൗണ്ട് കോളം നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു 2 എമൗണ്ട് കോളം വരച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ആദ്യം റെസീപ്റ്റ്സ് ഫ്രം ദ ലെറ്റിംഗ് ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി. എന്തൊക്കെയാണ് റെസീപ്റ്റ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 10,000. ഓൾറെഡി മൂന്നാമത്തെ ഐറ്റം തന്നിട്ടുണ്ട്, റെസീപ്റ്റ്സ് ഫ്രം ലെറ്റിംഗ് ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി 10,000. അതിൽ നിന്ന് നമ്മൾ കുറച്ച് അഡ്മിസിബിൾ എക്സ്പെൻസുകൾ കുറയ്ക്കുക, ലൈക്ക് റിപ്പയർസ് ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി, ഇൻഷുറൻസ് പ്രീമിയം ഇൻ റെസ്പെക്ട് ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി, ഡിപ്രിസിയേഷൻ അലൗഡ് ഫോർ ലെറ്റിംഗ്. ഇതൊക്കെ എക്സ്പെൻസുകളാണ്, അതൊക്കെ എന്ത് ചെയ്യുക? കുറയ്ക്കുക. 4,000, 2,000, 4,000 ഇത് മൂന്നും കൂടി കൂട്ടിയിട്ടുള്ള 10,000 ഈ റെസീപ്റ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി ലെറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റെസീപ്റ്റ്സിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ കുറയ്ക്കുക. അപ്പം നമുക്ക് ഒന്നുമില്ല. 10,000 നിന്ന് 10,000 കുറച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അപ്പം അതിനില്ലാണ്. ക്ലിയർ അല്ലേ? അതൊന്ന് മനസ്സിലാക്കാം. റെഡി? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. From the following particulars submitted by Sri Mani Shankar Iyer, compute his income from other sources for the assessment year 2013-14. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആസ് എ ഡയറക്ടർ ഓഫ് ABC Limited, he received a rupees of 12,000 per month as his salary and rupees 12,200 per month as entertainment allowance. The company provides him a car for both official and personal use. The personal use is estimated to be 50% and the company incurs an expenditure of rupees 16,000 on running and maintenance of the car for both official and personal use, and depreciation of the car may be taken as rupees 14,000. 3 informations അവിടെ തന്നിട്ടുണ്ട്. And he is also director in another company from which he received a rupees of 13,000 as director's fee. Interest received on deposit with the cooperative bank limited rupees 2,000. Dividend received from a foreign company is rupees 6,000. Received winnings from lottery rupees 24,500. And income from agriculture land in England 78,000. Honorarium for delivering lectures in a registered society, that is 1,200. 3 ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. കുറേ അൺവാണ്ടഡ് ഇൻഫർമേഷൻസ് ഇൻകം ഫ്രം അതർ സോഴ്സ് കാണുമ്പോൾ നമുക്ക് വേണ്ടാത്ത കുറേ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും ഇതിൽ എടുക്കേണ്ട കാര്യമില്ല. നമ്മളിതിലേക്ക് എന്തൊക്കെ എടുക്കണം എന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ് ഫീ എടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് വിത്ത് കോപ്പറേറ്റീവ് ബാങ്ക് എടുക്കണം, ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി എടുക്കണം, വിന്നിങ് ഫ്രം ലോട്ടറി അത് തന്നിട്ടുള്ളത് ഗ്രോസപ്പ് വാല്യൂ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എവിടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാല്യൂ 24,500 റിസീവ്ഡ് വിന്നിങ് ഫ്രം ലോട്ടറി. അപ്പോൾ അതിനെ ഗ്രോസപ്പ് ചെയ്യണം. 24,500 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 70 ബിക്കോസ് 30% ആണ് ഗ്രോസപ്പ്. അപ്പോൾ 100 മൈനസ് 30 70 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പിന്നെ അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇംഗ്ലണ്ടിൽ അഗ്രികൾച്ചർ ഇൻകം നമുക്ക് ഇവിടെ എടുക്കാം, കുഴപ്പമില്ല. ഇന്ത്യത്തേതാണ് എടുക്കാൻ പറ്റാത്തത്. ഹോണറേറിയം ഫോർ ലെക്ചേഴ്സ്. ഹോണറേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ കോളേജുകളിലൊക്കെ പുറത്തുനിന്നൊക്കെ ആളുകളെ വിളിച്ച് നമുക്ക് ക്ലാസ്സുകളൊക്കെ തരാറുണ്ട് അല്ലേ, പല ടോപ്പിക്സിനെ കുറിച്ചിട്ട്. അതായത് സബ്ജക്റ്റിലുള്ള കാര്യമല്ല, പുറമെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എക്സ്ട്രാ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ സ്ഥാപനം കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് ഹോണറേറിയം എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻകം ഫ്രം അതർ സോഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ. നന്നായിട്ട് തന്നെ നോക്കുക. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ്.